അതിനകത്ത് തന്നെ കണ്ടാൽ എനിക്ക് ഗുസ്ബംസ് വരാനില്ല. അല്ല ഇത് അത് എനിക്ക് ഈ പാട്ട് എനിക്ക് ആദ്യമായിട്ട് ഇതിന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾപ്പിച്ചു തന്നപ്പോ തന്നെ അത് ഗൂസ്ബം ആയിട്ടും അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഈ സിനിമയുടെ റിലീസിന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതെനിക്കും പോകുന്ന സമയത്ത് തന്നെ ഭയങ്കര ഫോമോ ഉണ്ടായിരുന്ന കാര്യം, ഇവരുടെ കൂടെ എടുത്തിട്ട് തിയേറ്ററിൽ ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ഓൾറെഡി കുറെ ദിവസം നമ്മൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രൊമോഷൻസ് ഒക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടാണ്, നല്ല ഹാപ്പി റോഡിൽ പോയ കാരണം കൊണ്ട് ആ ഫോമോ ഇച്ചിരി കുറഞ്ഞ് കിട്ടി. പക്ഷെ എന്നാലും ഞാൻ അവിടെ ഉള്ള സമയത്തും ഞാൻ വിളിച്ച് ഞങ്ങൾ അന്വേഷിക്കുന്നതായിരുന്നു റിലീസിന്റെ. ഞാൻ ആ സമയത്ത് ഞാൻ ഭാര്യയും മക്കളും കൂടിയിട്ട് വിയന്നയിൽ ഒരു തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടത്. അതും നല്ലൊരു ഫാക്ടർ തിയേറ്റർ ആയിരുന്നു. മുഴുവൻ മലയാളികൾ തന്നെയായിരുന്നു അവിടെ. അപ്പോൾ അവിടെയും ഭയങ്കര നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ആ ഒരു ഇവിടെ നിന്ന് കിട്ടാത്ത ആ ഒരു സ്നേഹവും അപ്രിസിയേഷനും അവിടെ നിന്ന് കിട്ടി. അതൊരു വലിയ സന്തോഷം. അതല്ലാതെ കുറെ പേര് മെസ്സേജ് അയച്ചും വിളിച്ചും ഒക്കെ അപ്രിഷിയേറ്റ് ചെയ്തു. ചേട്ടനൊക്കെ പറയുന്നത് സാധാരണ പടങ്ങൾ കണ്ടിട്ട് വിളിക്കാത്ത ആൾക്കാരൊക്കെ ഈ പടം കണ്ടിട്ട് വിളിച്ചിട്ട് ഞാൻ നന്നായിട്ടുള്ളതൊക്കെ ചേട്ടനോട് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം എന്ന് വെച്ചാൽ അത് സിനിമ ഇത് ഇത്തിരി റിസ്കി പരിപാടിയാണ് എന്നുള്ളത് നമ്മൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നതിന് മുമ്പേ അറിയാം. ഇവര് പറഞ്ഞപ്പോൾ തന്നെ എനിക്കുണ്ടായിരുന്ന കൺസേൺസ് ഭാഷയും ഞാൻ ഇരിക്കാനക്കാരനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഞാൻ ഇനിയിപ്പോ ഒരു തിരുവനന്തപുരം സ്ലാങ് പറയുമ്പോൾ അത് അത്രയും നന്നായാൽ മാത്രമേ എന്നെ അത് അംഗീകരിക്കുള്ളൂ. കാര്യം ഞാൻ എന്തെങ്കിലും സാധാരണ സംസാര ഭാഷ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോ അത് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് തീർച്ചയായിട്ടും അത് എനിക്ക് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വോയിസ് റെക്കോർഡിംഗായിട്ട് പറ്റുന്നത് അവിടുത്തെ മോഡുലേഷൻ വേറെ ആയിരിക്കും, അവിടുത്തെ ഓരോ വാക്കുകളുടെയും ഈ ഓരോ ഡയലക്ട് അനുസരിച്ച് വാക്കുകളുടെ നീളവും അതിന്റെ സ്ട്രെസ്സും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഇരിപ്പുണ്ടാവും. തൃശ്ശൂർ പറയുന്ന പോലെ ആയിരിക്കില്ല, സെയിം വാക്ക് തന്നെ എഴുതുമ്പോൾ സെയിം വാക്കായിരിക്കും. പക്ഷെ തിരുവനന്തപുരത്ത് പറയുമ്പോൾ അതിന്റെ സൗണ്ടിങ് ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ നമ്മുടെ തോട്ടക്കുട്ടന്റെ ഗാംഗിൽ ഉള്ള മറ്റേ മറ്റേ സ്പാങ്കോയിട്ട് ചാടി ഇറങ്ങുന്ന ഫസ്റ്റ് സീക്വൻസ് ചാടി ഇറങ്ങുന്ന പുള്ളിയാണ് സോനു എന്ന് പറയുന്നത്. ഇവര് സുഹൃത്തുക്കളാണ്. അപ്പൊ സോനും ഇവർ ഒരുമിച്ച് എനിക്ക് എല്ലാ ദിവസവും പിറ്റേ ദിവസത്തെ സീനുകളുടെ ഡയലോഗുകൾ റെക്കോർഡ് ചെയ്ത് അയച്ചു തരുമായിരുന്നു. അപ്പൊ നമുക്ക് അതിനകത്ത് മോട്ടിവേഷനും ഇതുമെല്ലാം ഈ സൗണ്ടിങ് ഒക്കെ നോക്കുന്നതിനൊപ്പം ഇമോഷനും കൂടെ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളൊരു ബാക്കിയുള്ള സിനിമകളേക്കാൾ കൂടുതൽ കുറച്ചും കൂടെ പ്രിപ്പറേഷൻ വേണ്ടി വന്നിരുന്നു. പക്ഷെ ഇതൊരു തിയേറ്ററിലേക്ക് വന്ന് ആൾക്കാരെല്ലാവരും അത് ഇഷ്ടപ്പെടുന്നു, ആൾക്കാരെല്ലാവരും അതിനെ അംഗീകരിക്കുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നതായിരിക്കും എന്ന് പറയുന്നത് ഇങ്ങനത്തെ അപ്രിസിയേഷനാണ്. നമ്മൾ ചെയ്ത് എന്ത് ജോലിയാണെങ്കിലും അത് ചെയ്ത് കഴിയുമ്പോൾ അതിന് നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ പൈസയേക്കാളും നമ്മൾ അത് നന്നായി ചെയ്തു എന്നുള്ള പറയുന്ന സമയത്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് ഈ സിനിമ കുറച്ചധികം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓർത്തത് നമ്മള് ഒരു 10-16 വർഷമായിട്ട് കുറെ സിനിമകൾ ചെയ്തു, പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒരുപാട് പാട്ടുകൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പാട്ടുകളെക്കാളും ശ്രദ്ധിക്കപ്പെട്ടത് ഒരു ഓട്ടം ആണെന്ന് കാണുമ്പോൾ അതിന്റെ ഒരു ഭയങ്കര ഒരു സംഭവം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എസ്പെഷ്യലി അതിന്റെ ഒരു റൈറ്റിങ്ങിന്റെ ഒരു ബ്രില്യൻസും അതിന്റെ എഡിറ്റിങ്ങിന്റെ ഒരു ബ്രില്യൻസും പിന്നെ അവിടെ ആ മ്യൂസിക്കിൽ വരുന്ന സ്വിച്ചും ഒരുപാട് കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ആ ഒരു. കാരണം ഞാൻ അവിടെ ഇല്ല 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 എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് നേരെ ഞാൻ ഓടുന്നതാണ്. അപ്പൊ അത് ഇവരുടെയൊക്കെ ഒരു വലിയൊരു കൈ ഉണ്ട് അതില്ല. ഞാൻ ഒറ്റ കഴിഞ്ഞാൽ അതിനകത്തൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇല്ല ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ ഓടുന്നു, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ഞാൻ അതിനകത്ത് ചെയ്യുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ ഇപ്പം പ്രസന്റ് അല്ലാത്ത ആളുകളുണ്ട്. ഇപ്പം വിഷ്ണുണ്ട്, ചമനുണ്ട്, വിനീതുണ്ട്, ബേസിയുണ്ട്. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ വേറെയും ഒരുപാട് പേര് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരുണ്ട്. അപ്പം ഈ സക്സസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ എങ്കിലും ഇത് നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാനുള്ള ഒരു മൂമെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഈ ഒരു റോൾ എനിക്ക് തന്ന് ഞാൻ ഇവരാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പം ഇവിടെ തന്നെ എനിക്ക് മനസ്സിലാവുന്നത് പോൾസൺ ആണ് അതിന്റെ പിന്നിൽ നിന്ന്. അപ്പൊ പോൾസൺ ഒരു പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട് സന്തോഷം. ഏകദേശം ഒരു 1.5 വർഷം മുമ്പാണ് ഞാൻ പോൾസണും
പൊന്മാൻ മൂവിയുടെ ലൊക്കേഷൻ വെച്ചിട്ട് ബേസിലേക്ക് ഒരു കഥ ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഇത് ആലോചിക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു ക്യാമ്പസ് ഒരു ഓളം തിയേറ്ററിൽ ഒരു ഓളം ഉണ്ടാക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു കഥയാണ് ആലോചിച്ചത്. ഇപ്പൊ കോളേജിലുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫെസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത അങ്ങനെയുള്ളൊരു സബ്ജക്ട് നമുക്ക് ആലോചിക്കാം. ബിക്കോസ് ഞാൻ കോളേജ് പഠിച്ച സമയത്ത് എൻ്റെ കോളേജിൽ ഉണ്ടായിരുന്ന കുറേ ഇവന്റുകൾ, സ്പോർട്സിന്റെ കോളേജിൽ നടന്ന കുറേ ഇവന്റുകൾ, ബേസിന്റെ കോളേജിൽ നടന്ന കുറെ സംഭവങ്ങൾ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ ആലോചിച്ചതാണ്. അത് തിയേറ്ററിൽ പ്രോപ്പർ തിയേറ്ററിൽ ആഘോഷമാക്കണം എന്നുള്ള രീതിയിൽ തന്നെ ആലോചിച്ചു. അത് നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് അറിയുന്നു. ഒരുപാട് പേര് മെൻഷൻ വന്നിട്ടുണ്ട്. ഒരുപാട് കോളേജിലേക്ക് മിസ് ചെയ്ത പോലെ തോന്നുന്നു. 2-3 വട്ടം കാണുന്നവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് വിളിക്കാറുണ്ട് കോളേജിനെ കുറിച്ച്. കോളേജ് അവർ ടെസ്റ്റ് നടത്തിയ സമയത്ത് അവർക്കുണ്ടായ പ്രശ്നങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. ബേസിൽ ഇവിടെ എത്തിയിട്ടില്ല. ലോഹിയുണ്ട്, ശ്രീകുട്ടൻ വെള്ളയാണി ഇവിടെ ഉണ്ട്. ശ്രീകുട്ടൻ വെള്ളയാണിയെ കുറിച്ച് പറയുമ്പോൾ ഈ സിനിമയിൽ മടി എന്ന് പറയുന്ന കുട്ടന്റെ കൂടെയുള്ള അയാളുടെ വീട്ടിന്റെ അടുത്ത് ശരിക്കും ഒരു പാട്ട് പാടുന്ന എന്നാൽ കുറച്ച് അടി പിടിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളുണ്ട്. പുള്ളി നന്നായിട്ട് പാടും സ്റ്റേജിൽ. ആരെങ്കിലും പോവുകയാണെങ്കിൽ പുള്ളി നോക്കി വെച്ചിട്ട് പോയി. അപ്പൊ അങ്ങനത്തെ ഒരാൾ റിയൽ ക്യാരക്ടർ കുറച്ച് നാളും അതിനെ കുറിച്ച് അറിയാൻ സാധിച്ചു. അപ്പൊ അന്ന് പോലെ ഇങ്ങനെ ഒരു ഗാനം കൊണ്ട് ഒരാളുകൊണ്ട് അങ്ങനെ ഒരു ക്യാരക്ടർ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഈ സിനിമയിൽ കൊണ്ടുവരാൻ സാധിച്ചു. അതിന്റെ വളരെ ഗംഭീരമായിട്ട് ചെയ്തു. അതിന്റെ സ്ലാങ്ങും എല്ലാം അടിപൊളിയായിട്ട് നമ്മൾ വോയിസ് നോട്ടായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്ലാങ്ങും എല്ലാം അതെല്ലാം കൃത്യമായിട്ട് ചെയ്ത് ഗംഭീരമായിട്ട് ചെയ്തു. അതേപോലെ തന്നെ ഷാനിക്ക, ഇത് പോൾസൺ ആണ് ഈ ഷാനിക്കയുടെ കാസ്റ്റിനെ കുറിച്ച് ആദ്യം. വിനീതേട്ടൻ ഒറ്റയ്ക്ക് വരുമ്പോൾ വിനീതേട്ടന്റെ കാര്യങ്ങൾ പറയാൻ ഒരു കൗണ്ടർ അപ്പുറത്ത് ഒരാൾ വേണം. അങ്ങനെയാണെങ്കിൽ ഷാനിക്കയുടെ കാര്യം ആദ്യം പോൾസണാ പറയുന്നത്. ആ ടൈമിൽ തന്നെ ഒന്നും നോക്കണ്ട. എല്ലാവർക്കും നമസ്കാരം. ഹരിചേട്ടൻ പറഞ്ഞ കൂടുതലൊന്നും പറയാനായിട്ടില്ല, എല്ലാം വിശദീകരിച്ച് പറഞ്ഞു. നമ്മുടെ ഇതിന്റെ ഒരു ഐഡിയ വരുന്ന സമയം തൊട്ടിട്ട് കോളേജ് ഫെസ്റ്റ്, അത് ഞാൻ കോളേജ് ഫെസ്റ്റ് കോർഡിനേഷൻ ചെയ്തിട്ടുണ്ട്, ഹരിചേട്ടൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആക്ച്വലി ഒരുപാട് സിനിമകളിലൊന്നും എക്സ്പ്ലോർ ചെയ്യാത്തൊരു പരിപാടിയാണെന്നും അതിനൊരു കോൺട്രാസ്റ്റിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ഗാനം കൊണ്ടാന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റിനെ ബേസ് ചെയ്ത് ഈ പറഞ്ഞ പോലെ റോള് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആ ഒരു വിഷയങ്ങളാണ് ഈ പ്രോജക്റ്റ് തുടങ്ങുന്നത്. അത് ഓളം എന്ന രീതിക്ക് തന്നെ എല്ലാവരും എടുത്തു എന്നുള്ളതിലും ഇപ്പോഴും ബുക്കിങ്ങിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് പോകുമ്പോൾ 15-16 ദിവസത്തിൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓഫ്കോഴ്സ് തോട്ടക്കൂട്ടൻ നമുക്ക് റോഹിച്ചേട്ടൻ്റെ ഏറ്റവും നല്ല ക്യാരക്ടറാണെന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റിയതിലും അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ നിൽക്കാൻ പറ്റിയതിലും നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള റോഹിച്ചേട്ടൻ അങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റിയോ. അത് എത്രയോ നമ്മളൊക്കെ 10 കൊടുത്തെങ്കിൽ അതിൽ 100 ഇങ്ങോട്ട് ഒരു ഔട്ട്പുട്ട് തരുന്ന സമയത്തുണ്ടായിരുന്ന സന്തോഷം നമുക്ക് ഷൂട്ടിംഗ് സമയത്തുണ്ടായിരുന്നു. തിയേറ്ററിൽ അത് അടിപൊളിയായിട്ട് വർക്കാവുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു നന്നായിട്ട് ആളുകൾ റെസ്പോണ്ട് ചെയ്തു. കാരണം വടിവാളും പോക്കൊന്നും ഇല്ലാതെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് സോഫാർ ഞാൻ ചെയ്ത സിനിമകളിൽ എനിക്ക് കിട്ടിയേക്കുന്ന ഒരു സിനിമയുടെ ഏറ്റവും ബെസ്റ്റ് നറേഷൻ ഇതിൽ തന്നെയാണ്. അപ്പൊ എനിക്ക് ആദ്യം ഈ കഥാപാത്രം എന്താണെന്നും അല്ലെങ്കിൽ ഈ കഥാപാത്രം എങ്ങനെ ചെയ്യണം എന്നുള്ള സംഭവത്തേക്കാൾ കൂടുതൽ ഹോൾ പാക്കേജ് കേൾക്കുമ്പോൾ ഇതിൽ എന്താണെങ്കിലും വിളിച്ചോളൂ, നമുക്ക് വർക്ക് ചെയ്യാം എന്ന് തോന്നുന്ന ഇതായിരുന്നു. പിന്നെ ഏറ്റവും നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു വർക്ക് ചെയ്യാൻ. എന്റെ കഥാപാത്രം അഭിനേതാവ് ഭയങ്കര കരയാണെങ്കിൽ പുറത്ത് ഭയങ്കര ഫണ്ണായിരുന്നു. ഫിലിമും എനിക്ക് ഭയങ്കര ഇതായിരുന്നു. എസ്പെഷ്യലി ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു എനിക്ക് ഷാനിക്ക അതില്. കാരണം ഞാൻ നമ്മള് ആസ് എ മ്യൂസിക് ഡയറക്ടർ ഒക്കെ കണ്ടിട്ടുണ്ട്. ബട്ട് ഭയങ്കര ടൈമിംഗ് ഉള്ള ഭയങ്കര രസമുള്ള ആക്ടിങ് ആയിരുന്നു. പിന്നെ ബേസില് പിന്നെ തോട്ടക്കുട്ടനെ ഏറ്റവും കൂടുതൽ മിസ്സായത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മള് തിയേറ്ററിൽ ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ തിയേറ്ററിൽ ആളുകൾ തോട്ടക്കുട്ടനോട് റെസ്പോണ്ട് ചെയ്യുന്നത് കാണാൻ പറ്റിയില്ല. അപ്പൊ പക്ഷെ നമ്മൾ ഇവിടുന്ന് ആളുകളുടെ റെസ്പോൺസ് പരമാവധി വിളിച്ച് അറിയിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ടോബിയുടെ സോഫാറുള്ള ഒരുപാട് നമ്മൾ ഓർത്തു വെക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളിൽ ഒന്ന് തോട്ടക്കുട്ടൻ തന്നെ.